ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഒരു കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ്, ഒരു വണ്ടി നിർത്താനായിട്ട് ആദ്യം ബ്രേക്കേ വന്ന് ക്ലച്ച് ചവിട്ടി ഒരു വണ്ടി നിർത്തണോ, അതോ ആദ്യം ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ടാണോ ബ്രേക്കിലേക്ക് വരേണ്ടത്? ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഒരു വാഹനം സ്ഥിരമായിട്ട് ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും, ഈ രണ്ട് മെത്തേഡും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വണ്ടി നിർത്തുകയല്ലേ ചെയ്യുന്നത്, അപ്പോൾ അതിലെന്താണ് ഇത്ര നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന്. എന്നാൽ ഇത് നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ഇത് രണ്ടും രണ്ട് സിറ്റുവേഷനാണ്. ഒരു വാഹനം നിർത്തുന്ന രണ്ട് സിറ്റുവേഷനാണ്. ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കൺഫ്യൂഷൻ മാറി കിട്ടും. വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെ ശരിയായ രീതിയിൽ വണ്ടി നിർത്താമെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആകും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ അമർത്തിയിടുക. അപ്പം ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഒപ്പം എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ്, വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇതിനായിട്ട് ഞാൻ ഫുഡ് പെഡലിൻ്റെ ഒരു വിഷ്വലും കൂടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അതായത് ഇത് രണ്ടും രണ്ട് സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞതിൻ്റെ പിന്നിലെ കാര്യം, നമ്മളൊരു വാഹനം പതുക്കെ മുന്നോട്ടെടുക്കുന്ന ഒരു സന്ദർഭം. ഓക്കെ, പതുക്കെ മുന്നോട്ടെടുക്കുന്ന ഒരു സന്ദർഭത്തിൽ വണ്ടി മുന്നോട്ടെടുക്കുന്നു, വണ്ടി നിർത്തുന്നു. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മളുടെ കാല് ബ്രേക്കിൽ വരും, ക്ലച്ച് ചവിട്ടും, നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടും, ബ്രേക്കിൽ നിന്ന് കാലെടുക്കും. ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ചിൽ നിന്ന് പതുക്കെ അയച്ച് നമ്മൾ വാഹനത്തെ പതിയെ മുന്നോട്ടങ്ങ് നീക്കും. അപ്പോൾ നമ്മളുടെ ഇടത്തെ കാലം എങ്ങനെ ഇരിക്കും? ക്ലച്ചിൽ ഇങ്ങനെ ഇരിക്കും. വണ്ടി നീങ്ങി തുടങ്ങുന്ന ഒരു സമയം, ഒരു കുറച്ച് നേരം നമ്മുടെ കാല് ക്ലച്ചിൽ എന്തായാലും ഉണ്ടാവുമല്ലോ. ഒന്ന് നീങ്ങി തുടങ്ങിയാൽ ഒരു ശകലം നേരം നമ്മുടെ കാലുണ്ടാവും. എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ പതിയെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി അങ്ങോട്ട് മുന്നോട്ട് മൂവായി. എന്നിട്ട് വണ്ടി നമുക്ക് പെട്ടെന്ന് അങ്ങ് നിർത്തണം. അപ്പം വണ്ടി മൂവ് ആയത് ഒരു ചെറിയ സ്പീഡിലാണ് മുന്നോട്ട് മൂവ് ആയത്. അപ്പം പെട്ടെന്ന് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആക്സിലറേഷൻ ആദ്യം അങ്ങ് കുറച്ചിട്ട് എന്ത് ചെയ്യും? ക്ലച്ച് ഫുള്ള് ചവിട്ടി പിടിച്ചിട്ട് ബ്രേക്കിലേക്ക് വരും. അതിൻ്റെ കാര്യം എന്താണ്? നമ്മളൊരു വാഹനത്തെ പതുക്കെ മുന്നോട്ട് നീക്കിയിട്ട് നിർത്തുന്ന സമയത്ത് വണ്ടി ഓൾറെഡി പതിയെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ആക്സിലറേഷൻ കുറച്ചിട്ട് ആദ്യം കയറി വണ്ടി നിർത്താനായിട്ട് ബ്രേക്കേ ചവിട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഫസ്റ്റ് ബ്രേക്കേ ചവിട്ടുമ്പോൾ ആ ബ്രേക്ക് ആയി കഴിയുമ്പോൾ ഓൾറെഡി തന്നെ നമ്മുടെ വണ്ടി പതിയാണ് പോകുന്നത്. പെട്ടെന്ന് നമ്മുടെ വണ്ടിയുടെ സ്പീഡ് തീർത്തും കുറഞ്ഞിട്ട് വണ്ടിയുടെ എൻജിൻ ഓഫായി പോകാൻ സാധ്യതയുണ്ട്. അതായത് വണ്ടി പൂർണ്ണമായിട്ട് ഓഫായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഓഫ് ആകാതിരിക്കാനായിട്ടാണ് നമ്മളൊരു വാഹനത്തെ പതുക്കെ മുന്നോട്ട് എടുത്തിട്ട് നിർത്തുന്ന സമയത്ത് ആക്സിലറേഷൻ ആദ്യം അങ്ങ് കുറയ്ക്കും. അപ്പോൾ തന്നെ വണ്ടിയുടെ വേഗത ചെറുതായിട്ട് അങ്ങ് കുറയും. പതിയെ എടുക്കുന്ന വാഹനമാണല്ലോ. എന്നിട്ട് നമ്മൾ ക്ലച്ച് അങ്ങോട്ട് ചവിട്ടി പിടിച്ചിട്ട് ബ്രേക്കിലേക്ക് വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് വണ്ടിയുടെ എൻജിൻ ഓഫ് ആകത്തില്ല, ക്ലച്ച് ആദ്യം ചവിട്ടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വാഹനത്തെ വളരെ സേഫ് ആയിട്ട് തന്നെ നിർത്താനായിട്ട് കഴിയും. ഇതൊരു സിറ്റുവേഷൻ. ഇനി അടുത്തൊരു സിറ്റുവേഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതായത് നമ്മൾ ഒരു വാഹനം വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം പറയാം, ഒരു 3rd ഗിയറിൽ അല്ലെങ്കിൽ ഒരു 4th ഗിയറിൽ നമ്മുടെ വണ്ടി പോകുന്നു എന്ന് സങ്കല്പിക്കുക. ആവറേജ് നമ്മളിങ്ങനെ ആക്സിലറേഷൻ കൊടുത്ത് വാഹനമായിട്ട് പോകുന്നു. നമ്മുടെ വണ്ടിയുടെ വേഗത ഏകദേശം ഒരു 35-40 കിലോമീറ്റർ വേഗതയിൽ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് വണ്ടി സൈഡിലേക്ക് ഒതുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സൈഡിലേക്ക് ക്വിക്കായിട്ട് ഒതുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആക്സിലറേഷൻ കൊടുത്താണല്ലോ നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടിക്ക് വേഗതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വണ്ടിയുടെ വേഗത കുറയ്ക്കാനായിട്ട്, വണ്ടി നിർത്താൻ നമ്മളൊരു തീരുമാനം എടുത്താൽ സഡൻ ബ്രേക്ക് ചെയ്തല്ലല്ലോ നമ്മൾ വണ്ടി നിർത്തുന്നത്, നമ്മൾ സൈഡ് ഒതുക്കി നിർത്താനായിട്ട് ശ്രമിക്കും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആക്സിലറേഷൻ പെഡലിൽ നിന്ന് നമ്മുടെ കാല് ഇങ്ങനെ എടുത്ത് ബ്രേക്കിലേക്ക് വരും. എന്നിട്ട് ബ്രേക്ക് കാല് വെച്ച് നമ്മൾ വാഹനത്തിൻ്റെ വേഗത പതിയെ കുറയ്ക്കുന്ന സമയത്ത് വണ്ടിയുടെ വേഗത കുറഞ്ഞു എന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ഫുള്ള് ചവിട്ടി നമ്മൾ സ്റ്റിയറിംഗ് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കി നമ്മൾ വാഹനത്തെ നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്? അവിടെ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യം ബ്രേക്ക് വരികയാണ്. അതിൻ്റെ കാര്യം വാഹനത്തിന് സ്പീഡുള്ളതുകൊണ്ട് ബ്രേക്കിൽ വരും. വണ്ടി സ്ലോ ആയി തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും? ക്ലച്ചും കൂടെ ചവിട്ടി വണ്ടി നമ്മൾ സൈഡിലേക്ക് ഒതുക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളൊരു വണ്ടി ഓടിക്കുന്ന സമയത്ത് പതുക്കെ വാഹനം ഒന്ന് മുന്നോട്ടെടുത്ത് നിർത്തുന്നു, ഒരു ട്രാഫിക്കിൽ അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഒന്ന് എടുത്ത് മുന്നിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ മുന്നോട്ടെടുത്ത് നിർത്തുന്നു. ഇങ്ങനെ സിറ്റുവേഷൻ വരുമ്പം ആദ്യം ആക്സിലറേഷൻ നമ്മൾ കുറച്ചിട്ട് ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വരിക. എന്നാൽ നമ്മളുടെ വാഹനം നല്ല സ്പീഡിലാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ആക്സിലറേഷൻ തീർച്ചയായിട്ടും ആദ്യം നമ്മൾ കുറയ്ക്കുക. എന്നിട്ട് സ്പീഡിൽ പോകുന്ന
പോകുന്ന വാഹനത്തെ സ്ലോ ചെയ്യാനായിട്ട് ബ്രേക്കിൽ വരുന്നു, എന്നിട്ട് ക്ലച്ച് ചവിട്ടി നമ്മളൊരു വാഹനത്തെ നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഐഡിയ കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തിയിടുക. ഒപ്പം എൻ്റെ മറ്റു പേജുകൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ കഴിയുന്നതാണ്. വീണ്ടും നമുക്ക് നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നല്ല ദിവസം എല്ലാവർക്കും വീണ്ടും ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.